ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഇത്തവണ നമുക്ക് ഒരു എങ്ങനെ വെക്ടറിൽ നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഒരു പോർട്രേറ്റ് വരയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 2 വീഡിയോ ആയിട്ടാണ് ഇടുന്നത്, കാരണം ലെങ്ത്ത് കൂടുതലുണ്ടാവും. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ വലിയ എഡിറ്റിങ്ങോ കാര്യങ്ങളൊന്നും വരുത്തുന്നില്ല. ഞാൻ ഓൺ വോയിസ് ലൈവായിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടൈം ഒരുപാട് എടുക്കും. അപ്പോൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ ടൈം ലാപ്സ് ആക്കിയിട്ടും കട്ട് ചെയ്തിട്ടായിരിക്കും വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നമ്മൾ മുമ്പ് ടൂൾസിനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ബേസിക് വീഡിയോസ്, ബേസിക് ട്യൂട്ടോറിയൽസ് ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇൻ്റർഫേസ് ഇതായിരിക്കും. ജസ്റ്റ് ഒരു ന്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനും അതുപോലെ തന്നെ ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഈ പ്രൊജക്റ്റ് എന്നുണ്ടാവും. ഇത് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമ്മൾ മുമ്പ് ചെയ്ത വർക്കുകൾ, സേവ് ചെയ്ത വർക്കുകൾ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. പ്രൊജക്റ്റ് നെയിം എന്ന് പറഞ്ഞാൽ ഞാൻ വെക്ടർ പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റ് നെയിം കൊടുക്കുകയാണ്. വെക്ടർ പോർട്രൈറ്റ് എന്ന് പറഞ്ഞ് ഞാനൊരു പ്രൊജക്റ്റ് നെയിം കൊടുത്തു. ഇനി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു ചെക്ക് ബോക്സ് കണ്ടോ, ഇത് ഓഫ് ചെയ്തിട്ടാൽ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം വിഡ്ത്തും ഹൈറ്റും. ഞാൻ ഒരു 4691 ഇൻറ്റു 3950 ജസ്റ്റ് ഒരു സൈസ് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് വേണമെങ്കിൽ കളർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ വൈറ്റ് ആണ് എടുക്കുന്നത് കണ്ടോ, അത് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ ക്രിയേറ്റ് എന്നുള്ള കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഒരു ക്യാൻവാസ് വന്നു. ഈ ക്യാൻവാസ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനും അതിനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഇമേജ് വരയ്ക്കാനുള്ള ഒരു ഇമേജ് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ 3 ഡോട്ട്സ് കണ്ടില്ലേ, അതും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം കണ്ടോ, ഇതിലൂടെ ക്ലിക്ക് ചെയ്താൽ ഗാലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇതിലൂടെയാണ് നമ്മൾ പിക്ചർ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പിക്ചർ എടുത്തിട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. നമ്മുടെ മമ്മൂക്കയുടെ ബർത്ത്ഡേ ഒക്കെയാണ്, അപ്പം ഞാൻ ഈ ഒരു ഇമേജ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് വേണ്ട ഒരു സൈസിൽ അലൈൻ ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു ഇമേജ് ഇത് ഈ ഒരു സൈസിലെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫ്രീ സൈസ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ഫ്രീ ആയിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ ഇത് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും കണ്ടോ, ഫ്ലിപ്പ് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻ, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഏകദേശം അലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം ഈ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അലൈനായി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഔട്ട്ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതൊരു പെയിൻറ്റിങ് ആയാലും എന്തായാലും നമ്മൾ വരയ്ക്കുമ്പോൾ ആദ്യം ഔട്ടർ ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ ലൈൻ ആർട്ട് ചെയ്യും. അപ്പോൾ ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ടൂൾസ് വേണം. ഏതൊക്കെ ടൂളാണ് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലെയർ പാനൽ. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പ്ലസ് ഐക്കണില്ലേ, ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ ലെയർ കിട്ടും. ആ പുതിയ ലെയറിലാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നത് കണ്ടോ. അത് ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു പുതിയ ലെയർ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും ഈ ഇമേജ് എടുത്ത ലെയറിൽ വരയ്ക്കരുത്. അതായത് സെലക്ഷൻ, ഈ ഇമേജുള്ള ലെയർ സെലക്ഷൻ വന്നിട്ട് വരയ്ക്കരുത്. നമ്മൾ ഈ പിക്ചറിലാണ് ലൈൻസ് വീഴുക. അപ്പോൾ നമ്മളെപ്പോഴും ന്യൂ ലെയർ സെലക്ഷൻ ആണോ എന്ന് നോക്കുക. സെലക്ഷൻ ആണോ എന്ന് അറിയാൻ വേണ്ടി ആ ഒരു നീല കളറിൽ ഒരു പ്രത്യേക ഒരു ഹൈലൈറ്റ് എടുക്കുന്നുണ്ട്. ഓക്കെ, സെലക്ഷൻ ഇപ്പോൾ നമ്മുടെ ന്യൂ ലെയറിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കണം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഔട്ട്ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെ നന്നായിട്ട് ഔട്ട്ലൈൻ വരയ്ക്കാം എന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്, ഡ്രോ എ ഔട്ട്ലൈൻ. അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കണം. അപ്പോൾ ഈ ഒരു ടൂൾ ബാർ കണ്ടില്ലേ, ഒരു ഡിവൈഡറിൻ്റെ ഒരു ഐക്കൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷേപ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി, ഇതാണ് ഷേപ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി. അതിലൊരു ലേസി എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഈ ഒരു ടൂൾ ക്ലിക്ക് ചെയ്യുക.
ഈ ടൂൾ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന ലൈൻസൊക്കെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടാനും ഒക്കെ വേണ്ടിയാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഇതാണ് നമ്മളെ ബ്രഷസ്. അപ്പോൾ ഈ ബ്രഷിൻ്റെ ഈ ഒരു ഐക്കൺ, ഈ ഒരു പെന്നിൻ്റെ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ബ്രഷസ് കാണാൻ പറ്റും. ഒരുപാട് ബ്രഷസ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ലെസ്സോ എന്ന ഒരു ടൂള് ഞാൻ സെലക്ട് ചെയ്യണം. കണ്ടോ, ഈ ലെസ്സോ എന്ന് പറഞ്ഞ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്ന ഹെയറിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ നോക്കേണ്ട കാര്യം നമ്മൾ ന്യൂ ലെയർ എടുത്തിട്ടാണോ വരയ്ക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ഹെയറിൽ നിന്ന് ഔട്ട്ലൈൻ വരച്ച് തുടങ്ങുകയാണ്. ഞാൻ എന്താണ് ഓരോ ഭാഗങ്ങളും എടുത്ത് പറഞ്ഞു പോണതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു വീഡിയോ കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാകണം എന്നുള്ളൊരു ബിഗിനർക്ക്, ഏതൊരു ബിഗിനർ ആയാലും ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്തു പോകുന്നത്. ഓരോ ടൂൾ എടുക്കുമ്പോഴും ആ ടൂളിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഹെയറിൽ നിന്ന് ഔട്ട്ലൈൻ വരച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ലെസ്സോ ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമ്മളോട്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്ര ക്വാളിറ്റി ഇമേജസ് കിട്ടുന്നതെന്ന്. നമുക്ക് ഒരു പിക് ഫൈൻഡർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിലൊക്കെ കിട്ടും. അതിൽ ഏകദേശം നല്ല HD പിക്ചേഴ്സൊക്കെ കിട്ടും. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മതി, HD പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഇമേജസൊക്കെ കിട്ടും. പിന്നെ ഈ ഒരു ഇമേജ് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചപ്പോൾ അയച്ചു തന്നതാണ്. ആദ്യം അവനൊരു താങ്ക്സ് പറയാണ്. കാരണം ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നൊരു ഇമേജാണിത്. ഞാനൊരു പക്ക മമ്മൂക്ക ഫാൻ ആയതുകൊണ്ടും ഈ ഒരു ഇമേജ് എനിക്ക് ആദ്യം കിട്ടിയിരുന്നു. പിന്നീട് എൻ്റെ ഫോണൊക്കെ ഫോർമാറ്റായി, അപ്പോൾ ആ ഇമേജ് നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഒരുപാട് അന്വേഷിച്ച് നടന്നെങ്കിലും അവസാനം എനിക്ക് ഇന്നലെയാണ് ഈ ഒരു ഇമേജ് കിട്ടുന്നത്. അതുവരെ ഈ ഇമേജ് വരയ്ക്കണം എന്നായിരുന്നില്ല മനസ്സിൽ. നമുക്ക് എപ്പോഴും റേഡിയസ് കുറച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ലൈൻസൊക്കെ വരച്ചെടുക്കാം. കണ്ടോ, കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു ഹെയറിൻ്റെ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് നോക്കാം. കണ്ടോ, അപ്പോൾ ഹെയറിൻ്റെ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐറിസ് അതുപോലെ തന്നെ കൺപീലി ഒക്കെ വരയ്ക്കണം. ഒന്നിൽ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ ഈ റെഫറൻസ് ഇമേജ് ഒപ്പാസിറ്റി കുറച്ചിട്ട് വരയ്ക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ലെയറിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാം, എന്നിട്ട് വരയ്ക്കാം. കണ്ടോ, അങ്ങനെയും വരയ്ക്കാം. ഇപ്പം ഞാൻ എന്താ ഇങ്ങനെ വരയ്ക്കാഞ്ഞെന്ന് വെച്ചാൽ, ഈ റെഫറൻസ് ഇമേജിൻ്റെ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുന്ന ലൈൻസ് കറക്റ്റായിട്ട് കാണാം വീഡിയോയിൽ. ഇപ്പോൾ അതിന് പകരം ഞാൻ റെഫറൻസ് ഫുള്ള് ഒപ്പാസിറ്റി ഇട്ടിട്ട് നമ്മൾ എടുക്കുന്ന ലൈൻ കുറച്ചിട്ട് വരച്ച് കഴിഞ്ഞാൽ എനിക്ക് വരയ്ക്കാൻ സുഖമായിരിക്കും. പക്ഷെ കാണുന്നത് നിങ്ങൾക്ക്, എനിക്കിങ്ങനെ കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റും, കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏകദേശം നിങ്ങൾക്കിപ്പോൾ പ്രോഗ്രസ് കാണാം. ഇതിൻ്റെ ഇത്രത്തോളം നമ്മൾ വരച്ചു. ഇനി നമുക്ക് ബാക്കി മീശ വരയ്ക്കണം. അതിൻ്റെ കുറച്ച് പാട്ടുകളും കൂടി വരയ്ക്കാനുണ്ട്. അപ്പോൾ ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഹെയർ, ഐബ്രോ, മീശ, കണ്ണിൻ്റെ ഔട്ടർ ലൈൻ, അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് കണ്ണ് വരയ്ക്കുക എന്നുള്ളതാണ്. കണ്ണിൻ്റെ ഐബ്രോ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ ആക്ടേഴ്സ്, ഇപ്പോൾ മമ്മൂക്കയുടെ ഐബ്രോക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. ഓരോ ആക്ടേഴ്സിൻ്റെ പലൊരു ഷേപ്പ് ഒക്കെ ആയിരിക്കും. അപ്പം അതിനനുസരിച്ച് നമുക്ക് വരച്ചു കൊടുത്താൽ അത്രയും ഭംഗിയുണ്ടാവും പിക്ചറിന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ എപ്പോഴും സ്ലോലി ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ടൈം എടുത്ത് വരച്ചാൽ മതി.
എന്നാലേ നമ്മുടെ ഔട്ട്പുട്ടും ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഐബ്രോയും വരച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നോക്കാം. കണ്ടോ, ഐബ്രോയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മീശ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്പേസിൽ നിന്ന് മീശ വരച്ച് തുടങ്ങുകയാണ്. മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കാൻ ശ്രമിക്കുക നമ്മൾ വരയ്ക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, അഡോബ് ഡ്രോയിനൊക്കെ അപേക്ഷിച്ചിട്ട് നമുക്ക് സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ക്യാൻവാസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ട് വരയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്ന ആപ്പാണ്, പക്ഷേ ഇതിൻ്റെ മോഡ് വെർഷൻ നമുക്ക് ഗൂഗിളിൽ നിന്നൊക്കെ കിട്ടും, ക്രാക്ക്ഡ് ആയിട്ട് വെർഷൻ. എന്നാലും ചില വെർഷൻസിലൊക്കെ ബഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചിലരുടെ ഫോണിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, മീൻസ് വരയ്ക്കുമ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മളെ ബേസിക് ഔട്ട്ലൈൻസൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷർട്ടിൻ്റെ ഔട്ട്ലൈനും കൂടി ഇടണം. ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇത് എവിടം വരെ ഉണ്ടെന്ന് അറിയാനൊക്കെയാണ്. ആ ഒരു എൻട്രി അല്ലെങ്കിൽ ബൗണ്ടറി എവിടെ ഉണ്ടെന്നൊക്കെ അറിയാനാണ് ഔട്ട്ലൈൻ ഇടുന്നത് മെയിനായിട്ട്. ഓക്കെ, നല്ല ഡാർക്ക് പോർഷനുള്ളടത്ത് മാത്രം ബ്ലാക്ക് ലൈൻ ഇട്ടാൽ മതി, കാരണം നമ്മൾ കളർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു പോർഷൻസ് മാത്രം ബ്ലാക്ക് ലൈൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം ഇതൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഷെയ്ഡിങ്സും കാര്യങ്ങളും ചെയ്യണം.
നമ്മളിപ്പോൾ വരച്ച ഔട്ട്ലൈൻ്റെ പ്രോഗ്രസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് എത്രത്തോളം നമ്മൾ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, ഇനിയുള്ള ഔട്ട്ലൈൻസ് ഇപ്പോൾ ഞാൻ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഭാഗത്ത് മാത്രം ബ്ലാക്ക് കൊടുത്ത് ഔട്ട്ലൈൻ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഏകദേശം ഒപ്പാസിറ്റി ഒരു 60 ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഔട്ട്ലൈൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ടൂള് ഞാൻ ടേപ്പേർഡ് എന്ന് പറഞ്ഞൊരു ടൂളാണ്. ഒപ്പാസിറ്റി 60 എടുക്കുന്നത്. എന്നിട്ട് ടൂളിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്കൊരു 60 മതി. ഞാൻ 65 എടുത്തിട്ടുണ്ട്. സൈസ് ഒരു 14. ഓക്കെ, ഔട്ട്ലൈൻ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം നമ്മൾ ഔട്ട്ലൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് നോക്കാം നമ്മൾ ചെയ്ത ഔട്ട്ലൈൻ എത്രത്തോളം കംപ്ലീറ്റ് ആയിരുന്നു. നമുക്ക് ഷെയ്ഡിങ് അല്ലെങ്കിൽ കളറിങ് കൊടുക്കണം. ആ ഒരു ഭാഗമാണ് നമ്മളിനി ചെയ്യാനുള്ളത്. ഇനി നമുക്ക് കളർ ചെയ്യാനുള്ളതാണ് മെയിനായിട്ട് ഇനിയുള്ള പ്രോഗ്രസ്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കളർ പല്ലറ്റ്സ് ആവശ്യമുണ്ട്. ഞാനൊരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ ഇമ്പോർട്ട് കൊടുക്കുകയാണ്. ഗാലറി എടുക്കുക, ഞാനൊരു കളർ പല്ലറ്റ് എടുക്കുകയാണ്. ഓക്കെ, ഒരു കളർ പല്ലറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കുക.